കെ സുധാകരനെതിരെ ഒളിയമ്പുമായി വി ഡി സതീശൻ. താൻ അറിയാതെ ഒരു പട്ടികയും കേരളത്തിൽ നിന്ന് ഹൈക്കമാൻഡിലേക്ക് പോകില്ലെന്ന് സതീശൻ. KPCC അധ്യക്ഷ സ്ഥാനത്തെക്കുറിച്ചുള്ള പട്ടികയെക്കുറിച്ച് അറിയില്ലെന്നും തീരുമാനമെടുക്കുന്നത് ഹൈക്കമാൻഡാണെന്നും സതീശൻ പറയുന്നു. ഇതിൻ്റെ സതീശൻ്റെ വാക്കുകളിലേക്ക്. അല്ല, അതൊന്നും ഞങ്ങളല്ലല്ലോ തീരുമാനിക്കേണ്ടത്. അതൊക്കെ കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ്, ദേശീയ നേതൃത്വമാണ് തീരുമാനിക്കുന്നത്. ഇവിടെ ഞങ്ങൾ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. പട്ടിക വല്ലതും കൊടുത്തിട്ടുണ്ടോ? പട്ടിക കൊടുത്തു എനിക്കറിയില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു പട്ടികയില്ലെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ അറിയാതെ പട്ടിക പോവോ? കേരളത്തിൽ നിന്ന് പോവോ എന്ന് വിചാരിക്കണ്ട. ഞാനറിയാതെ ഒരു പട്ടിക കേരളത്തിൽ നിന്ന് പോകുമെന്ന് വിചാരിക്കണ്ട. ഒരു പട്ടികയില്ലെന്ന് ഞാനല്ല പറഞ്ഞു. തീർച്ചയായും 5 പേരുടെ പേരടങ്ങിയ തിയോഫിൻ വിവരങ്ങളുമായി ചേരുകയാണ്. 5 പേരുടെ പേരാണ് ആ പട്ടികയിൽ ഉൾപ്പെട്ടതെന്നൊക്കെയാണ് വാർത്തകളായി എത്തിയിരുന്നത്. പക്ഷേ അതിനെ നിരസ്കരിക്കുകയാണ് വി ഡി സതീശൻ. ഒപ്പം ഇന്ന് കണ്ണൂരിൽ നിർണായകമായ കൂടിക്കാഴ്ച സുധാകരനും KC വേണുഗോപാലും തമ്മിൽ നടക്കുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് സുധാകരനെതിരെ ശക്തമായ ഒളിയമ്പ് ചെയ്ത് വി ഡി സതീശൻ രംഗത്തെത്തുന്നത്. എന്തൊക്കെ തിയോഫിൻ വിവരങ്ങൾ? അജിംഷാദ്, ഈ പട്ടിക നേരത്തെ അജിംഷാദ് സൂചിപ്പിച്ച ആ 5 പേരുടെ പേരുള്ള ഒരു പട്ടിക ഹൈക്കമാൻഡിലേക്ക് പോയിട്ടുണ്ട് എന്ന ആ സൂചന, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് മാധ്യമപ്രവർത്തകർ ഇന്ന് വി ഡി സതീശനോട് ഇക്കാര്യം ചോദിച്ചത്. പക്ഷേ അങ്ങനെ ഒരു പട്ടിക ഇല്ല എന്ന് ആദ്യം തന്നെ നിഷേധിക്കുകയാണ് വി ഡി സതീശൻ ചെയ്തത്. അതേസമയം ഇവിടെ നിന്ന് തങ്ങൾ തമ്മിൽ യാതൊരു തർക്കവുമില്ല, ഞാനും സുധാകരനും ഒറ്റക്കെട്ടാണ്, ഞങ്ങൾ തമ്മിൽ യാതൊരു പിണക്കവുമില്ല, ഇതെല്ലാം മാധ്യമ സൃഷ്ടിയാണ്, ഞങ്ങളറിയാതെ ഒരു പട്ടികയും പോകില്ല. ആദ്യം സതീശൻ പറഞ്ഞത് താൻ അറിയാതെ ഒരു പട്ടികയും ഇവിടുന്ന് പോകില്ല, ഒരു പട്ടികയും ഇവിടെ ഹൈക്കമാൻഡിലേക്ക് പോയിട്ടില്ല. നേതൃമാറ്റം, KPCC നേതൃമാറ്റം സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ, അതായത് KPCC പ്രസിഡന്റ് ആരായിരിക്കണം എന്ന കാര്യം തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്യുന്നു സതീശൻ. എന്തായാലും സുധാകരൻ്റെ നീക്കങ്ങൾക്കും വലിയ തിരിച്ചടിയാണ്. രണ്ടുപേരും 2 തട്ടിലാണ് എന്ന കാര്യം വ്യക്തമാകുന്നത് തന്നെയാണ് വി ഡി സതീശൻ്റെ ഇന്നത്തെ പ്രതികരണവും. പക്ഷേ താൻ അറിയാതെ ഒരു നീക്കവും നടത്തില്ല എന്ന ഒരു അമിതമായ ആത്മവിശ്വാസം വി ഡി സതീശൻ അവിടെ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പോഴും വി ഡി സതീശൻ്റെ മുഖഭാവങ്ങളിൽ നിന്ന് വ്യക്തമാണ് എന്തൊക്കെയോ നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നതും ഇത് വാർത്തയാകുന്നതിലുള്ളൊരു അസഹിഷ്ണുതയും വ്യക്തമാണ്. പക്ഷേ ഇത് മാധ്യമങ്ങളുണ്ടാക്കുന്ന വാർത്തയാണ്. മറ്റ് പല കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിനായി മാധ്യമങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നും പറഞ്ഞ് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ശ്രമമാണ് വി ഡി സതീശൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അജിംഷാദ, തീർച്ചയായും തിയോഫിനാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്.